ചേട്ടാ അവൻ വീണ്ടും തുടങ്ങിയല്ലോ. ഇപ്പൊ ഇമ്മീഡിയറ്റ് ആക്ഷൻ എടുത്തേ പറ്റൂ. ആ ഐഡിയ. ഈ ചേരിൽ ഇങ്ങനെ ചാടിയിരിക്കാൻ എന്തൊരു സുഖമാ. ഒരു ചെറിയ ആഗ്രഹം സാധിച്ചെടുക്കാൻ വേണ്ടി ചിലർ എന്തുമാത്രം അധ്വാനിക്കുന്നത്. എന്റെ മനസ്സിലാണെങ്കിൽ എനിക്കും ഇതുപോലെ ഒരു ചെയർ ഇരിക്കണമെന്നാ തോന്നുന്നത്. ഒരുപക്ഷെ ഞാൻ ഡ്രസ് ചെയ്യുവാണെങ്കിൽ മമ്മി വെച്ച ടെസ്റ്റിൽ ഞാൻ ഫെയിൽ ആയി പോയി. എടാ ചിക്കു, ചുമ്മാ കിടന്ന് തുള്ളുന്നത് നിർത്തടാ. എന്തിനാടാ ഇങ്ങനെ എക്സസൈസ് ചെയ്യുന്നേ? നിനക്കത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. അയ്യോ, ഈ സൗണ്ട് എവിടുന്നാ? അമ്മേ, അത് പിന്നെ ഞാൻ. മമ്മി, ഞാൻ 1 മണിക്കൂറിന്റെ ഷെഡ്യൂൾ ഫോളോ ചെയ്തു. വെരി ഗുഡ് ചിക്കു, അങ്ങനെ തന്നെ ചെയ്യേ. എക്സസൈസ് ഒക്കെ കഴിഞ്ഞ് ഇനി റെഡി ആകേണ്ട സമയമാ. ഇപ്പൊ ചിക്കുന്റെ പ്ലാൻ കൃഷിയാണെങ്കിൽ അപ്പൊ എടുത്തു മാറ്റാം അവന്റെ ടൂത്ത് ബ്രഷ്. എനിക്ക് തോന്നി എന്റെ ടൂത്ത് ബ്രഷ് ഈ വണ്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കുവാണെന്നാ. പക്ഷെ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവുമില്ല. മുത്തശ്ശന്റെ പൽപ്പൊടി എന്റെ കയ്യിലുണ്ടല്ലോ. ഈ പ്ലാൻ ഫ്ലോപ്പ് ആയി പോയി എന്ന് വെച്ച് എന്റെ അടുത്ത പ്ലാൻ ഫ്ലോപ്പ് ആവില്ല. എടാ വണ്ടി ചേർക്കാം, നീ എന്നെ ഷെഡ്യൂൾ നശിപ്പിക്കുക. ഞാൻ നിന്നെ ഒരു വഴിയാക്കും പറഞ്ഞേക്കാം. മമ്മി, ഞാൻ കുടിക്കാൻ വേണ്ടി വിക്കിയുടെ വീട്ടിലോട്ട് പോകുക. വിക്കിയുടെ വീട്ടിലോ? ഇവനെന്താ വട്ടുപിടിച്ചോ? നീ വാഷ്റൂമിനകത്ത് വലിഞ്ഞു കയറി പോയിട്ടുണ്ടാവും. പക്ഷെ നിനക്ക് കുളിക്കാൻ പറ്റില്ല മോനെ. വാഷ്റൂമിനകത്തോട് കയറിയെങ്കിൽ ഞാൻ കുളിച്ചിട്ടേ പുറത്തിറങ്ങൂ. ഇനി എന്റെ വഴിയിൽ നിന്ന് മാറി നിൽക്ക്. ഞാൻ രാവിലെ കുളിക്കാത്ത ആളുകളുമായിട്ട് സംസാരിക്കാറില്ല. മമ്മി കണ്ടില്ലേ, ഞാൻ കറക്റ്റ് 9 മണിക്ക് റെഡിയായി. അതെ ചീക്കു, നീ കറക്റ്റ് ടൈമിൽ റെഡി ആയി കഴിഞ്ഞല്ലോ. 9 തൊട്ട് 10 വരെ സ്റ്റഡി ടൈം. ഇനി ഇതെങ്ങനെ ചെയ്യാനാ? ചിക്കുഷേ, നീ ഒരുപാട് എക്സസൈസ് ചെയ്ത് വേർത്തൊലിച്ചില്ലേ? പിന്നെ നീ വെള്ളം കോരി ഒഴിച്ച് കുളിച്ചു. ഇപ്പൊ വന്നിരിക്കുന്നത് പഠിക്കാനുള്ള സമയമാ. അതുകൊണ്ട് നീ കണ്ണീരൊഴുക്കും മോനെ. 3 മണിക്കൂർ മാത്രല്ല, 3 മിനിറ്റ് പോലും നിനക്ക് അവിടെ ഒന്നും പഠിക്കാനാവില്ല. വണ്ടി, നീ ക്രിക്കറ്റ് മാച്ച് എന്ന് തൊട്ടാ കാണാൻ തുടങ്ങിയത്? ഇന്ന് ഈ നിമിഷം മുതൽ. പൊതുവെ ഞാൻ മ്യൂസിക്കിന് ഡാൻസ് കളിക്കുന്ന ആളാ. ഇനി എന്തൊക്കെയായാലും കിട്ടിയ ചാൻസ് മിസ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതെ, നീ മാച്ച് ഓഫ് ചെയ്തേക്ക്, അല്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നിന്നെ ഡിസ്പാച്ച് ആക്കും. ഈ മാച്ച് ഞാൻ ഓഫ് ചെയ്യില്ലടാ. ഈ ക്രിക്കറ്റ് ഇവിടെ ഓടുന്നവരെ എനിക്ക് ഒരിക്കലും പഠിക്കാൻ കഴിയില്ല. ഇനി ഞാൻ എന്താ ചെയ്യുന്നത്? വണ്ടി ഇവിടുന്ന് പോയോ? എന്ന് വെച്ചാൽ എനിക്ക് സമാധാനത്തോടെ മാച്ച് കാണാമെന്നോ? നിന്നെ കണ്ടിട്ട് ചെയ്യിപ്പിക്കാൻ തന്നെയാണ് ഞാൻ പ്ലാൻ ചെയ്തത്. പഠിത്തം നിർത്തിയിട്ട് ക്രിക്കറ്റ് മാച്ച് കണ്ടു രസിക്കണം. ഇപ്പൊ ഈ കാഴ്ച അമ്മ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ല രസമായിരിക്കും. അമ്മേ, ചിക്കു പഠിക്കാതെ അവിടെ നിന്ന് ക്രിക്കറ്റ് മാച്ച് കാണുകയാ. വന്ന് നോക്കേ. എന്ന് വെച്ചാൽ ചീക്കു ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു. അത് പിന്നെ ഞാൻ പറഞ്ഞതേ, ചിക്കു ഷെഡ്യൂൾ ബ്രേക്ക് ചെയ്തു അല്ലേ? ഈ ചീക്കുന്റെ അടുത്ത് ഞാൻ പറഞ്ഞോളാം. ഇവിടെ പാട്ടിട്ടേക്കാണല്ലോ വണ്ടി. ഇവിടെ ആരുമില്ലല്ലോ. ഓ, അപ്പൊ ഇവിടെയാണ് ചിക്കു. ചിക്കു, അപ്പൊ താഴെ പോയി നോക്കാം. ചിക്കു, അത് ചിക്കു. നിനക്ക് എന്താ പറ്റിയത്? ബോധമില്ലാതെ ഇരിക്കുകയാണോ? ഞാൻ എത്ര നേരം കൊണ്ട് വിളിക്കാൻ നിന്നെ? അതിന് മമ്മി, ഞാൻ എന്റെ കാതിനകത്ത് കോട്ടൺ ബോൾസ് ഇട്ടിരിക്കുവായിരുന്നു. കോട്ടൺ ബോൾസ് എന്തിനാ അങ്ങനെ? അത് പിന്നെ മമ്മി,
ഈ വണ്ടി കാരണമാണത്. കണ്ടില്ലേ എന്ത് ഹൈ വോളിയൂമിൽ അവൻ പാട്ടൊക്കെ കേൾക്കുന്നതെന്ന്. എനിക്ക് പഠിക്കാനേ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കാതിന് അത് കോട്ടൺ ബോൾസ് കൂട്ടി കയറ്റിയേ. വണ്ടി പഠിക്കേണ്ട സമയം ഓവർ. ഇനിയാണ് പവർ നാപ്പിന്റെ സമയം. എപ്പോഴും 20 മിനിറ്റ് നിന്നല്ലേ പവർ നാപ്പൊക്കെ. എന്നാലും ഞാനൊരു അലാം സെറ്റ് ചെയ്തേക്കാം. ഒരുപക്ഷെ ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റില്ലെങ്കിൽ എന്റെ അധ്വാനമെല്ലാം വേസ്റ്റ് ആയി പോകും. ഓഹോ, ഈ ബർഫി എന്ന് ശല്യപ്പെടുത്തുന്നേ. ഈ ബോൾ പിടിച്ചിട്ട് ഇവിടുന്ന് പൊയ്ക്കോ. ഓല്ലോ 3:45 എന്ന് വെച്ചാൽ എനിക്ക് പാക്കപ്പ് ചെയ്യാനായിട്ട് 15 നിമിഷമേ ഉള്ളൂ. ഈ ചിക്കിപ്പ് നല്ല സ്പീഡിൽ ജോലി ചെയ്യണല്ലോ. ഞാൻ ഇവനെ ഇപ്പൊ പിടിച്ചു നിർത്തിയില്ലെങ്കിൽ അത് പിന്നീട് എനിക്ക് വലിയ പ്രശ്നമായി തീരും. ഹേ ബണ്ടി, ഞാൻ ജോലി ചെയ്യുമ്പോ ഇടയ്ക്കേറി വരരുത്, അല്ലെങ്കിൽ ഞാൻ നിന്നെ ഒരു വഴിയൊക്കെ കളയും. ഞാൻ നിന്നെ സഹായിക്കില്ലായിരുന്നോ? എനിക്ക് ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ നിന്നെ റീസെറ്റ് ആക്കി കളയും. ഞാനിവിടെ ചുമ്മാ ഇരിക്കല്ലേ. നീ ഇവിടെ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച കാര്യം എനിക്കറിയില്ലല്ലോ. ഷൂ ഒക്കെ പോളിഷ് ചെയ്യാൻ അനുവദിക്കും ബണ്ടി, അല്ലെങ്കിൽ ഈ ഷൂ എടുത്ത് നിന്നെ ഞാൻ അടിച്ച് ഓടിക്കും. ഇപ്പോൾ ബണ്ടി തന്റെ അവസാനത്തെ തന്ത്രം യൂസ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും റെഡിയാക്കി. 4 മണിയായി, ഇനിയും പാക്കും ബാക്കിയുണ്ട്. ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു മുമ്പേ. എന്നാൽ ഒരു കാര്യം ഉറപ്പാ, നിനക്ക് ബാറ്റും ഓൾമോസ്റ്റ് കിട്ടിക്കഴിഞ്ഞെന്ന് ഉറപ്പിച്ചോ. മമ്മി, ഷെഡ്യൂൾ മുഴുവൻ ഫോളോ ചെയ്താൽ നിനക്ക് ബാറ്റും കിട്ടുന്നതാണ്. പക്ഷേ ഇപ്പോഴല്ല. നീ അതോർത്ത് വിഷമിക്കണ്ടടാ ചേട്ടാ. നീ പറയാണെങ്കിൽ ഞാൻ ഈ ബാറ്റ് ഫിക്സ് ചെയ്ത് തന്നേക്കാം. നീ പറ.